കൊലപാതകത്തിനുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം ഈ പറഞ്ഞു വന്നതിനകത്ത് ഈ 2 കേസ് നമ്മൾ വന്നു, കൊലപാതകം തന്നെ നടന്നു. അത് രണ്ടും പാലക്കാടാണ് നടന്നിരിക്കുന്നത്. പാലക്കാടിന്റെ പ്രത്യേക സാംസ്കാരിക വ്യവസ്ഥിതി നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ജാതീയതയുണ്ട്, വർഗീയത, അതായത് മതപരമായിട്ടുണ്ട്, രാഷ്ട്രീയമുണ്ട്, മതത്തിന്റെ ഭയങ്കരമായ നിബന്ധനകളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മലയാളിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ പോലീസ് എന്നിട്ട് ചെയ്യാൻ പറ്റില്ല. പോലീസിലുമുണ്ട് ഈ പറഞ്ഞ ഈ സദാചാര പോലീസുകാര്. ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു ആൺകുട്ടിയെ കൂടെ ഒരിടത്ത് വെച്ച് കണ്ടു, നാട്ടുകാർ വിളിച്ചു പറഞ്ഞു, പിടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ അതിൽ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പകുതി ഭാഗം പോലീസുകാർ പറയും അവൾക്ക് അച്ഛനും അമ്മയും ഇല്ലേ, അവളിങ്ങനെ നടക്കാൻ പാടുണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. 18 വയസ്സ് കഴിഞ്ഞ് 20 വയസ്സും കഴിഞ്ഞ് കുട്ടികളായിരിക്കും ചിലപ്പം. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തില് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അതായത് മോറൽ പോലീസിങ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണക്കുകൂട്ടി പോലീസ് എല്ലാം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പോലീസിൽ പോലും മോറൽ പോലീസിങ്ങിനോട് അനുഭാവമുള്ള വ്യക്തികളുണ്ട്. അല്ല, അങ്ങൊരു പോലീസ് ഓഫീസർ, അങ്ങൊരു ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ഒരാളാണല്ലോ. അങ്ങയുടെ ദൃഷ്ടിയിൽ ഈ മോറൽ പോലീസിങ് ഈ നാട്ടിൽ കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്? അല്ല, മോറൽ പോലീസിങ് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. അത് കഴിഞ്ഞ് ദുർബല വിഭാഗങ്ങളെയാണ് ഇവിടെ ബാധിക്കുന്നത്. ചോദിക്കാനും പറയാനും ഇല്ലാന്ന് ഞാൻ മുമ്പേ പറഞ്ഞേ. സ്ത്രീകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പം കൊച്ചിയിൽ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ അല്ലെ സന്ധ്യ കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയി കടയടച്ചു പോകുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയുണ്ട്. അതേസമയം അത് നമ്മളിപ്പോൾ ചെന്നൈയിലായിക്കോട്ടെ മുംബൈയിലായിക്കോട്ടെ അവിടെയൊന്നും അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. ഏത് രാത്രിയിലും എങ്ങനെയും ആളുകൾ അത് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ആൾക്കാർ നമ്മുടെ കാര്യത്തിൽ അയൽവാസിക്ക് എന്ത് സംഭവിക്കും? അതാണ്